ഡിയർ സ്റ്റുഡൻസ്, മെട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് വരെ, അതായത് 10ാമത്തെ ക്ലാസ്സിൽ വരെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് പുതിയൊരു കൺസെപ്റ്റിലേക്ക് പോകാം, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഈ ഒരു കൺസെപ്റ്റും അതിന്റെ പ്രോപ്പർട്ടി, പ്രോബ്ലംസ് അതെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി ഈ പാഠത്തിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായ ഒരു സംഭവമാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കും. ഓക്കെ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താന്ന് നോക്കാം. If A equal to Aij be a m by n matrix, then the matrix obtained by interchanging the rows and columns of A is called transpose of A, and transpose of a matrix A is denoted by A dash or A transpose എന്ന് വായിക്കുക. A raised to T എന്ന് വായിക്കില്ല, A transpose അല്ലെങ്കിൽ A dash. In other words, A equal to matrix Aij m by n, then A dash or A transpose equal to matrix Aj n by m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Aj ഒരു m by n മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് ഒരു n by m മെട്രിക്സ് ആയിരിക്കും. n by m അതായത് A ഡാഷ് എങ്ങനെ കിട്ടുന്നത്? ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്. റോയും കോളം തമ്മിൽ എന്ത് ചെയ്യുക? ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ അതിന്റെ ഓർഡർ ഓട്ടോമാറ്റിക്കലി മാറും അല്ലെ. ഇപ്പൊ A m by n മെട്രിക്സ് ആണെങ്കിൽ അപ്പൊ A ഡാഷ് എന്തായിട്ട് മാറും? റോയും കോളം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി മാറി? n by m മെട്രിക്സ് ആയി. n by m മെട്രിക്സ് ആയിട്ട് മാറും. ഇനി ഇതിന് എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ Aij എലമെന്റ് A ഡാഷ് എന്താവും? Aj എലമെന്റ് ആയിട്ട് മാറും. അതായത് ഉദാഹരണത്തിന് A എന്ന് പറയുന്ന മെട്രിക്സിലെ A12 എന്ന് പറയുന്ന പൊസിഷനിലെ എലമെന്റ് A ഡാഷിൽ എന്തായിട്ട് മാറും? A21 ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് മാറുന്നത്? റോയും കോളും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കാം. A ഈക്വൽ ടു മെട്രിക്സ് 3 5 √3 1 0 -1 by 5. ഇതൊരു 3/2 മെട്രിക്സ് ആണ്. അപ്പൊ A ഡാഷ് എന്തായിരിക്കും? ഇത് 3/2 മെട്രിക്സ് ആണെങ്കിൽ A ഡാഷ് എന്തായിരിക്കും? 2/3 മെട്രിക്സ് ആയിരിക്കും. എന്തുകൊണ്ട്? റോയും കോളും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ. ഇവിടെ ഉള്ളത് 2 റോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് 3 റോ, 3 ഹൊറിസോണ്ടൽ ലൈൻ ആണ്. 3 റോ. എത്ര കോളം? 2 കോളം, 2 വെർട്ടിക്കൽ ലൈൻ. അപ്പൊ ഇതിന്റെ ഓർഡർ 3/2 ആണ്. അപ്പൊ A ഡാഷ് എങ്ങനെ നോക്കിയേ? സോ A ഡാഷ് ഈക്വൽ ടു A ഡാഷിന്റെ ഓർഡർ എന്തായിരിക്കും? 2/3. അതെങ്ങനെ കിട്ടുന്നത്? ഇത് ഇത്രയും ഇല്ല, വളരെ സിമ്പിൾ ആ കൺസെപ്റ്റ് നോക്ക്. അപ്പൊ A ഡാഷ് എഴുതുമ്പോൾ ഇവിടെ ഇല്ല ഒന്നാമത്തെ ഹൊറിസോണ്ടൽ ലൈൻ 3 5, അത് ഒന്നാമത്തെ വെർട്ടിക്കൽ ലൈനായിട്ട് എഴുതാം 3 5. ഇവിടെ രണ്ടാമത്തെ ഹൊറിസോണ്ടൽ ലൈൻ √3 1, അത് എടുത്ത് രണ്ടാമത്തെ വെർട്ടിക്കൽ ലൈനായിട്ട് എഴുതാം √3 1. ഇനി ഇവിടെ മൂന്നാമത്തെ ഹൊറിസോണ്ടൽ ലൈൻ 0 -1 by 5, അത് ഇവിടുത്തെ മൂന്നാമത്തെ വെർട്ടിക്കൽ ലൈനായിട്ട് എഴുതാം 0 -1 by 5. അതായത് ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് അല്ലേ പറഞ്ഞത്. അപ്പൊ ഇത്രയില്ലു എന്ത് ചെയ്യാം? നേരെയുള്ളത് കുത്തനെ എഴുതാം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരെയില്ല ഒന്നാമത്തെ നേരെയുള്ളത് ഒന്നാമത്തെ കുത്തനെ എഴുതാം, രണ്ടാമത്തെ നേരെയുള്ളത് രണ്ടാമത്തെ എഴുതാം, മൂന്നാമത്തെ നേരെയുള്ളത് മൂന്നാമത്തെ കുത്തനെ എഴുതാം. അല്ലെങ്കിൽ തിരിച്ചു എഴുതാം. എങ്ങനെ? ഇവിടെ ഒന്നാമത്തെ കോളം എന്ത് ചെയ്യാം? ഒന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ 3 √3 0, ഒന്നാമത്തെ വെർട്ടിക്കൽ ലൈൻ, അത് ഒന്നാമത്തെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് എഴുതാം 3 √3 0. ഇനിയോ രണ്ടാമത്തെ വെർട്ടിക്കൽ ലൈൻ 5 1 -1 by 5 ആണ്, അതെന്ത് ചെയ്താ? രണ്ടാമത്തെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് എഴുതാം. മനസ്സിലായല്ല? അങ്ങനെയാണ് A ഡാഷ് കിട്ടുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ല? അപ്പൊ A m by n ആണെങ്കിൽ A ഡാഷ് എന്തായിരിക്കും? n by m മെട്രിക്സ് ആണ്. എങ്ങനെ കിട്ടുന്നത്? ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ എഴുതാം. ഈ 5 എന്ന് പറഞ്ഞാൽ Aയിലെ A12 എലമെന്റ് ആണ് അല്ലെ. അത് A ഡാഷിൽ നോക്കിയാൽ എന്തായി? A21 എലമെന്റ് ആയി. തിരിഞ്ഞില്ലേ? അത്ര സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ഈ 0 നോക്കി, ഈ 0 എന്ന് പറഞ്ഞാൽ Aയിലെ A31 എലമെന്റ് ആണ്. A31 എലമെന്റ് അത് A ഡാഷിൽ ഇത്ര A13 എലമെന്റ് ആണ്. ഓക്കെ, അത്രയില്ലു A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇത്രയില്ലു. m by n എന്ന് മെട്രിക്സ് എങ്കിൽ A ഡാഷ് n by m ആയിരിക്കും. ഓക്കെ, പ്രോപ്പർട്ടീസ്, സിമ്പിൾ ആയ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നോക്ക്. ടെസ്റ്റിൽ അതേ കാര്യം തന്നെയാണ്. We now state the following properties of a transpose of a matrices without proof. This may be verified by taking suitable example. അതായത് പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, പ്രോപ്പർട്ടീസ് മതി. ഇത് എക്സാമ്പിൾ വെച്ചിട്ട് വെരിഫൈ ചെയ്യുന്നതാണ് ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നോക്ക്. For any matrices A and B of suitable orders, we have first one A dash dash equal to A, അതായത് A dash dash A തന്നെ ആയിരിക്കും. രണ്ടാമത്തെ K whole dash equal to K into A dash, where K is any constant or scalar. Third one A plus B whole dash equal to A dash plus B dash. Fourth one AB whole dash equal to B dash A dash. ഈ നാലിനാണ് ട്രാൻസ്പോസിന്റെ ലോസ് ആയിട്ട് വരുന്നത്. ഇവിടെ A and B ആണോ സ്യൂട്ടബിൾ ഓർഡർ എന്ന് പറയാൻ കാരണം എന്താ അറിയാം? മൂന്നാമത്തെ നോക്കി A plus B whole dash equal to A dash plus B dash. നമുക്കറിയാം A plus B ആഡ് ചെയ്യണമെങ്കിലോ എയും ബിന്റെ ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ. അതുകൊണ്ട് സ്യൂട്ടബിൾ, അത് അഡീഷണൽ വരുന്നെങ്കിൽ ആ രീതിയിലാണ് എന്റെ ബിന്റെ ഓർഡർ വരേണ്ടത്. നാലാമത്തതോ
എ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് എ ഡാഷ്. ഈ കണക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ ബി വരണം. എ ബി വരണമെങ്കിൽ നമുക്കറിയാം എന്താണ് നമ്പർ ഓഫ് കോളം ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി ആയിരിക്കണം അല്ലേ. അതാണ് സ്യൂട്ടബിൾ ഓർഡർ എന്ന് പറയാൻ കാരണം. ഈ നാലാമത്തേന് നമ്മൾ റിവേഴ്സൽ ലോ എന്ന് പറയും. തിരിഞ്ഞല്ലോ. ഇവിടെ നമുക്ക് മൂന്നാമത്തേന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി ചേർക്കാം. എ മൈനസ് ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എന്തായിരിക്കും എ ഡാഷ് മൈനസ് ബി ഡാഷ് ആയിരിക്കും. ഓക്കെ. ഈ 4 പ്രോപ്പർട്ടി നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ പ്രൂഫ് നമുക്ക് വേണ്ട ഇത് പ്രോബ്ലത്തിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. സിമ്പിളായ പ്രോബ്ലം ആണ്. പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഈക്വൽ ടു മെട്രിക്സ് 3 root 3 2 4 2 0. ബി ഈക്വൽ ടു മെട്രിക്സ് 2 minus 1 2 1 2 4. വെരിഫൈ ഫസ്റ്റ് വൺ എ ഡാഷ് ഡാഷ് ഈക്വൽ ടു എ. സെക്കൻഡ് എ പ്ലസ് ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ്. തേർഡ് കെ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു കെ ബി ഡാഷ് വേർ കെ ഈസ് എനി കോൺസ്റ്റന്റ്. നോക്കാം ഒന്നാമത്തെ പ്രൂഫ്. എ ഈക്വൽ ടു മെട്രിക്സ് 3 root 3 2 4 2 0. Then a dash equal to നേരത്തെ പറഞ്ഞു a dash ഇതൊരു 3/2 മെട്രിക്സ് ആണ് അല്ല സോറി ഇതൊരു 2/3 മെട്രിക്സ് ആണ്. 2/3 മെട്രിക്സ്. സോ a dash എന്തായിരിക്കും ഒരു 3/2 മെട്രിക്സ്. എങ്ങനെ കിട്ടുന്നത് a dash equal to മെട്രിക്സ് നേരത്തെ പറഞ്ഞ പോലെ അല്ലേ. ആദ്യം ഫസ്റ്റ് വരുന്ന ഹൊറിസോണ്ടൽ ലൈനിന് വെർട്ടിക്കൽ ആയിട്ട് എഴുതി 3 root 3 2. സെക്കൻഡ് വരുന്ന ഹൊറിസോണ്ടൽ ലൈന് ദെൻ സെക്കൻഡ് വെർട്ടിക്കൽ ആയിട്ട് എഴുതി 4 2 0. ഓക്കെ. ഇതാണ് a dash. ദെൻ a dash dash. എന്താ a dash dash എന്ന് പറഞ്ഞാൽ a ഡാഷിന്റെ ട്രാൻസ്പോസ് അല്ലെ. a ഡാഷിന്റെ വീണ്ടും ട്രാൻസ്പോസ് കാണുന്നു. അപ്പൊ എന്ത് ചെയ്യാം വീണ്ടും ചെയ്യാം. അപ്പൊ എഗൈൻ എന്ത് ചെയ്യാം ഹൊറിസോണ്ടൽ ലൈന് ഫസ്റ്റ് ഹൊറിസോണ്ടൽ 3 4 വെർട്ടിക്കൽ ആയിട്ട് എഴുതി. ദെൻ സെക്കൻഡ് ഹൊറിസോണ്ടൽ ലൈന് വെർട്ടിക്കൽ ആയിട്ട് എഴുതി. തേർഡ് ഹൊറിസോണ്ടൽ ലൈന് വെർട്ടിക്കൽ ആയിട്ട് എഴുതി അല്ലെ. ഇതും തന്നെ എ തന്നെ. സോ എ ഡാഷ് ഡാഷ് ഈക്വൽ ടു തന്നെ എ. മനസ്സിലായല്ലോ. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന് ഒരു തവണ ട്രാൻസ്പോസ് എടുക്കുക. എ ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞാലോ അതിന് 2 തവണ ട്രാൻസ്പോസ് എടുക്കുന്നു. ഓക്കെ. സെക്കൻഡ് വെരിഫൈ ചെയ്യേണ്ടത് എ പ്ലസ് ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ് വെരിഫൈ ചെയ്യണം. സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടി ഫസ്റ്റ് വി ഫൈൻഡ് എ പ്ലസ് ബി ഈക്വൽ ടു മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ അല്ലെ 5 then root 3 minus 1 2 plus 2 4 then 4 plus 1 5 2 plus 2 4 0 plus 4 4. Therefore a plus b whole dash in whole dash കാണാം. നേരത്തെ പറഞ്ഞല്ലോ whole dash എങ്ങനെ മനസ്സിലായല്ലോ. ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈന് വെർട്ടിക്കൽ ആയിട്ട് എഴുതാം. then സെക്കൻഡ് ഹൊറിസോണ്ടൽ ലൈന് സെക്കൻഡ് വെർട്ടിക്കൽ ആയിട്ട് എഴുതി നേരെ ഉത്തരം എഴുതാം. മനസ്സിലായല്ലോ. റോ കോളാവും കോളം റോ ആയി മാറും. അത്രേ ഇല്ലു. അപ്പൊ a plus b whole dash കിട്ടി അല്ലെ. name it as equation 1. then എന്ത് കാണാം a dash plus b dash കാണാം. നെക്സ്റ്റ് a dash plus b dash എന്ത് വരും a dash മെട്രിക്സ് 3 4 root 3 2 2 0 plus b dash മെട്രിക്സ് 2 1 minus 1 2 2 4 ആഡ് ചെയ്യാം a dash plus b dash ഇക്വേഷൻ 2 കൊടുക്കുക. ഇത് രണ്ടും സെയിം ആയിരിക്കും. സോ a plus b whole dash equal to 1 a dash plus b dash. then third one kb whole dash equal to kb dash എന്ന് തെളിയിക്കണ്ടേ. അതിന് വേണ്ടി ഫസ്റ്റ് വി ഫൈൻഡ് kb. k is a constant. ഇത് k തന്നെ വേണമെന്നില്ല ഇനി വരെ ഏത് വിലയും കൊടുക്കുക. ഇപ്പൊ 2 എന്നോ 3 എന്നോ -2 ഏത് വേണം കൊടുക്കുക. ഇത് കെ തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. സോ k into മെട്രിക്സ് 2 minus 1 2 1 2 4 equal to മെട്രിക്സ് വാട്ട് k നെ മൾട്ടിപ്ലൈ ആണ് എല്ലാ എലിമെന്റോടും മൾട്ടിപ്ലൈ ചെയ്യുക. 2k minus k 2k then k 2k 4k. also kb whole dash equal to what kb whole dash equal to മെട്രിക്സ് 2 2k k minus k 2k 2k 4k അല്ലേ. ഇതാണ് kb whole dash എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. എന്ത് ചെയ്യുക ഇതിൽ k ടേക്കൻ ഔട്ട്സൈഡ് k ഔട്ട്സൈഡ് എടുക്കുക. എല്ലാത്തിലും കോമൺ ആയിരുന്നു. ദാറ്റ് ഈസ് k into മെട്രിക്സ് 1 2 1 minus 1 2 2 4 equal to what k into b dash. തെളിയിക്കേണ്ടതാണ് kb whole dash equal to k into b dash. ഇത് ഈ രീതി തെളിയിക്കണമെന്നില്ല. ഈ kb whole dash കണ്ടിട്ട് ഇക്വേഷൻ 1 കൊടുത്തിട്ട് k into b dash കണ്ടിട്ട് 2 കൊടുക്കുക. ഫ്രം 1 ആയിട്ട് തെളിയിച്ചാൽ മതി. സിമ്പിൾ ആണല്ലോ. നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻ ആണ്. കാരണം 2 ഭാഗം വേണ്ടി 2 ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് വൺ a equal to matrix column matrix -2 4 5 b equal to row matrix 1 3 -6 verify ab whole dash equal to b dash a dash. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ആദ്യം എ ബി കാണാം. എ ബി ഈക്വൽ ടു നോക്കി ഇവിടെ എന്റെ ഓർഡർ എത്ര എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ 3/1 ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ 1/3. സോ എ ബി മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടും 3/3 മെട്രിക്സ് ആയിട്ട്. ഇത് മുമ്പ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ട് 3/3. അതെങ്ങനെ കിട്ടല് റോ കോളം മെത്തേഡ് അല്ലേ. ഒന്നാമത്തെ റോയിനെ ഒന്നാമത്തെ കോളത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാനില്ല മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം -2 into 1 -2 -2 into 3 -6 -2 into -6 12. ദെൻ രണ്ടാമത്തെ റോയിന് എന്ത് ചെയ്യുക രണ്ടാമത്തെ റോയിന് ഇവിടുത്തെ അതേപോലെ ഒന്നാമത്തെ കോളത്തോണ്ട് 4 into 1 4 then 4 into 3 12 then 4 into -6 -24 then തേർഡ് റോയിന് 5 15 -30. therefore what ab whole dash ഇത് ab ആണ്. ab whole dash എന്ത് ചെയ്യുക റോയും കോളം ഇന്റർചേഞ്ച് ചെയ്യുക. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ് 3/3 മെട്രിക്സ് ആണ്.
സോ അഗൈൻ എന്തായിരിക്കും എ ബി ഹോൾ ഡാഷ് ഒരു 3/3 മെട്രിക്സ് തന്നെ കിട്ടല് ഇന്റർചേഞ്ച് ചെയ്തു. വീണ്ടും പറയണ്ടല്ല, ഒന്നാമത്തെ റോവിനെ ഒന്നാമത്തെ കോളാക്കി, രണ്ടാമത്തെ റോവിനെ രണ്ടാമത്തെ കോളാക്കി, മൂന്നാമത്തെ റോവിനെ മൂന്നാമത്തെ കോളാക്കി ഇന്റർചേഞ്ച് ചെയ്യണം. ഓക്കെ. ഓൾസോ എ ഡാഷ് ഈക്വൽ ടു മെട്രിക്സ് -2 4 5, ബി ഡാഷ് ഈക്വൽ ടു മെട്രിക്സ് 1 3 -6. കൺസിഡർ ബി ഡാഷ് എ ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തൊരു കോളം മെട്രിക്സ് 1 3 -6, എ ഡാഷ് എന്ന് പറഞ്ഞാലോ റോ മെട്രിക്സ് -2 4 5. therefore ബി ഡാഷ് എ ഡാഷ് ഗുണിക്കുമ്പോൾ നേരത്തെ പോലെ 3/1 1/3 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര 3/3. സോ -2 4 5, then -6 12 15, then 12 -24 -30. that is same as what ab whole dash. clearly എന്ത് കിട്ടി? ab whole dash equal to what b dash a dash. ഓക്കെ. ഇതിൽ പറയുന്ന ഓർഡറിൽ ab whole dash equal to b dash a dash എന്ന് തെളിയിക്കണമെങ്കിൽ ഫസ്റ്റ് ab കാണാം, then ab whole dash കാണാം. അതിനുവേണ്ടി ഇക്വേഷൻ മറന്നു കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? ബി ഡാഷും എ ഡാഷും കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കണേ, ബി ഡാഷ് എ ഡാഷ് ആണ് തിരിച്ചെഴുതി കൂടാ. ബി ഡാഷ് ആദ്യം എ ഡാഷ് രണ്ടാമത്, അല്ലാണ്ട് എഴുതിയിട്ട് കിട്ടൂല. മനസ്സിലായ? പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർഡർ മാറിയാൽ കിട്ടൂല. ഫസ്റ്റ് ബി ഡാഷ്, സെക്കൻഡ് എ ഡാഷ്. ഇത് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, എല്ലാവരും ശരിയാക്കണത്. അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ. എ ഡാഷ് ഈക്വൽ ടു മെട്രിക്സ് -2 3 1 2 ആൻഡ് ബി ഈക്വൽ ടു മെട്രിക്സ് -1 0 1 2. ഫൈൻഡ് എ പ്ലസ് 2b ഹോൾ ഡാഷ്. ഹോൾ ഡാഷ് അല്ലെങ്കിൽ ട്രാൻസ്പോസ്. നോക്കാം, സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. ഹിയർ എന്താണ് എ ഡാഷ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്. എത്ര? മെട്രിക്സ് -2 3 1 2 തന്നിട്ടുണ്ട്. അപ്പൊ എ എന്തായിരിക്കും? എ എന്ന് പറഞ്ഞാൽ എത്ര? എ ഡാഷ് ഡാഷ് അല്ലെങ്കിലോ എ ട്രാൻസ്പോസ് ട്രാൻസ്പോസ് ഈക്വൽ എന്തായിരിക്കും? മെട്രിക്സ് -2 3 1 2. എങ്ങനെയൊന്നും പറയണ്ടല്ലോ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളായിട്ട് എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളായിട്ട് എഴുതി. ദെൻ എന്താ കാണേണ്ടത്? എ പ്ലസ് 2b ഹോൾ ഡാഷ് ആണ്. അതിന് വേണ്ടി ഫസ്റ്റ് എന്ത് കാണാം? എ പ്ലസ് 2b. എ പ്ലസ് 2b ഈക്വൽ ടു മെട്രിക്സ് -2 1 3 2 പ്ലസ് 2 into b മെട്രിക്സ് -1 0 1 2. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? മെട്രിക്സ് എന്ത് കിട്ടി? -2 -2, then 1 plus 0, then 3 plus 2, then 2 plus 4. that is matrix -4 1 5 6. എന്താ കണ്ട്? a plus 2b whole dash or a plus 2b transpose. ഈ ട്രാൻസ്പോസും ഡാഷും രണ്ട് സെയിം തന്നെയാണ്. that is matrix what? -4 5 1 6. ഓക്കെ. ചെറിയ പ്രോബ്ലം ആണ്, സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, സിമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ. a ഈക്വൽ ടു മെട്രിക്സ് cos alpha sin alpha minus sin alpha cos alpha. വെരിഫൈ a dash into a equal to i. ഇവിടെ i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. i എങ്ങനെ എടുക്കേണ്ടത് പറഞ്ഞല്ലോ, a ന്റെ ഓർഡർ. അപ്പൊ ഇവിടെ i എന്ന് പറഞ്ഞാൽ i2 ആണ്, i2. സോ a ഗിവൺ ആണ് തന്നിട്ടുണ്ട്. a dash ഈക്വൽ ടു മെട്രിക്സ്. a dash കാണുമ്പോൾ ഫസ്റ്റ് റോവിന് ഫസ്റ്റ് കോളായിട്ട് എഴുതാം. സോ cos alpha sin alpha. സെക്കൻഡ് റോവിന് സെക്കൻഡ് കോളായിട്ട് എഴുതാം. സോ -sin alpha cos alpha. then find what? a dash into a. a dash into a. that is same as what? a dash into a equal to a dash metric cos alpha minus sin alpha cos alpha, then a dash multiply ചെയ്യുമ്പോൾ ഇത് a dash ന്റെ a ചെയ്താലും a into a dash ചെയ്താലും സെയിം തന്നെ കിട്ടും. ഞാൻ എഴുതുന്നതിൽ ഓർഡർ ജസ്റ്റ് മാറിയിട്ടുണ്ട്. a dash ന്റെ a നിങ്ങൾ വിളിച്ചോട്ടെ. ഫസ്റ്റ് a dash എഴുതാം, സെക്കൻഡ് a എന്ന് എഴുതാം. ഫസ്റ്റ് a dash സെക്കൻഡ് a. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. cos സ്ക്വയർ ആൽഫ പ്ലസ് sin സ്ക്വയർ ആൽഫ മൈനസ് sin ആൽഫ cos ആൽഫ പ്ലസ് sin ആൽഫ cos ആൽഫ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണ്ട. അപ്പൊ എന്ത് കിട്ടും? മെട്രിക്സ് sin സ്ക്വയർ ആൽഫ പ്ലസ് cos സ്ക്വയർ ആൽഫ 1 അല്ലേ? പിന്നെ മറ്റേ ടേം കട്ടായി പോകും. പിന്നെ cos സ്ക്വയർ ആൽഫ പ്ലസ് sin സ്ക്വയർ ആൽഫ 1 ആണ്. സോ 1 0 0 1 എന്ന് കിട്ടും. എന്തായിരിക്കും? i ആയിരിക്കും. ഓക്കെ. നിങ്ങൾ അതിനത് മൾട്ടിപ്ലൈ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുക. ഇത് നോക്കണ്ട. എ ഡാഷിന്റെ എ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ. തെറ്റാണ്ട് ചെയ്യാതെ കൃത്യമായിട്ട് വരും നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ. അടുത്ത പ്രോബ്ലം നോക്കാം നമുക്ക്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x, y, z if the matrix A equal to matrix 0 2y z x y minus z x minus y z satisfies the equation a dash into a equal to i. ഇത് കഴിഞ്ഞ വർഷം 3 മാർക്കിന് എക്സാമിന് ചോദിച്ചതാണ്, കഴിഞ്ഞ മുമ്പത്തെ വർഷം. അതായത് a dash into a i ആണെങ്കിൽ x y z ന്റെ വില കണ്ടുപിടിക്കും. നോക്കിക്കോ. അപ്പൊ ഗിവൺ a dash into a equal to i. ഇവിടെ i ഏതാണ്? i3 ആണ്. എന്തുകൊണ്ട്? a എന്ന് പറഞ്ഞാൽ 3/3 ആണ്. So we take i equal to matrix what? 1 0 0 0 1 0 0 0 1. So a dash into a ആണ് i. അപ്പൊ a dash എത്ര? മെട്രിക്സ് a dash ആദ്യം എഴുതാം. ഫസ്റ്റ് a dash എഴുതണേ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഓർഡർ മാറ്റിട്ട് ചെയ്യാം. a dash എന്ന് പറയുമ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ്. അപ്പൊ ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം 0 2y z. രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം x y minus z.
മൂന്നാമത്തെ റോ മൂന്നാമത്തെ കോളം എക്സ് മൈനസ് വൈ സെറ്റ് ഇൻറ്റു എ ഇസ് ദിസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാലോ മെട്രിക്സ് 1 0 0 0 1 0 0 0 1. അപ്പൊ എ ഡാഷ് ഇൻറ്റു എ ഈക്വൽ ടു ഐ എടുത്തു. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് 3/3 രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് തന്നെ ആയിരിക്കും 3/3 ആയിരിക്കും. സോ മൾട്ടിപ്ലൈ ചെയ്യുന്ന നോക്കി 0 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അഗൈൻ അതായത് ഒന്നാമത്തെ റോനെ ഒന്നാമത്തെ കോളത്തോട് ചെയ്തു. ദെൻ ഒന്നാമത്തെ റോനെ രണ്ടാമത്തെ കോളത്തോട് ദാറ്റ് ഈസ് 2y 0 and 2y 0 പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് വൈ. ദെൻ ഫസ്റ്റ് റോനെ തേർഡ് കോളത്തോണ്ട് സോ 0 മൈനസ് എക്സ് സെറ്റ് പ്ലസ് എക്സ് സെറ്റ്. ദെൻ സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളത്തോണ്ട് 0 പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് വൈ. ദെൻ സെക്കൻഡ് റോന് സെക്കൻഡ് കോളത്തോണ്ട് ദാറ്റ് ഈസ് 4y സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദെൻ സെക്കൻഡ് റോന് തേർഡ് കോളത്തോണ്ട് 2yz മൈനസ് വൈ സെഡ് മൈനസ് വൈ സെഡ്. ലൈക്ക് ദാറ്റ് തേർഡ് റോയിനും ചെയ്യാം, അതേപോലെ ചെയ്യാം തേർഡ് റോയിനും. സോ എന്ത് ചെയ്താ ഇത് ഐയോട് ഇക്വേറ്റ് ചെയ്തു. ഇനി ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2x സ്ക്വയർ കിട്ടി 0 0. ദെൻ 0 ഇത് 6y സ്ക്വയർ കിട്ടി ഇത് 0. ദെൻ തേർഡ് വണ്ണോ ഇത് 0 ഇത് 0 ഇത് സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ 3 സെറ്റ് സ്ക്വയർ ഈക്വൽ ടു മെട്രിക്സ് 1 0 0 0 1 0 0 0 1. ഓക്കെ, ഈ ഗുണിക്കുന്നതിന് നോക്കിക്കൂടെ 3/3 മെട്രിക്സ് ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ കിട്ടല് 3/3 മെട്രിക്സ് തന്നെയാണ് കിട്ടല്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ വൃത്തി പഠിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിലോ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ. സോ ഫ്രം ദിസ് വി ഗെറ്റ് 2x സ്ക്വയർ ഈക്വൽ ടു 1. അതുപോലെ 6y സ്ക്വയർ ഈക്വൽ ടു 1, 3 സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1. സോ x സ്ക്വയർ ഈക്വൽ ടു 1/2, y സ്ക്വയർ ഈക്വൽ ടു 1/6, സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1/3. സോ x ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 1/√2, y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√6, സെറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3. ശരിക്കും എഴുതി പഠിക്കണം. വളരെ സിമ്പിൾ ആയി തോന്നിയാലും ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. എക്സാമിന് 3-4 മാർക്കിന് കഴിഞ്ഞ വർഷം 8 വർഷം ചോദിച്ചതാണ്. ശ്രദ്ധിച്ച് ചെയ്യല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഇൻഡക്ഷന്റെ ഒരു ക്വസ്റ്റൻ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ എക്സാമിന് കഴിഞ്ഞ വർഷം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. കാരണം ട്രാൻസ്പോസിന്റെ ഏകദേശം ക്വസ്റ്റൻസ് എല്ലാം നമുക്ക് ആയി. അതുകൊണ്ട് എ ഈക്വൽ ടു മെട്രിക്സ് 1 1 1 1 1 1 1 1 1. പ്രൂവ് ദാറ്റ് എ റൈസ് ടു എൻ ഈക്വൽ ടു മെട്രിക്സ് 3 റൈസ് ടു n മൈനസ് 1 3 റൈസ് ടു n മൈനസ് 1 എല്ലാ ടേമും തന്നെ 3 റൈസ് ടു n മൈനസ് 1 n ബിലോങ്സ് ടു n. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു n ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യേണ്ടത്. അതായത് 10ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കാലോ, ഇത് ഇൻഡക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ഓഫ് എൻ ഈക്വൽ ടു എ റൈസ് ടു എൻ ഈക്വൽ ടു ആ തന്ന മെട്രിക്സ് കൊടുത്തു. എന്ത് ചെയ്യണം? ഇൻഡക്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ഫസ്റ്റ് വി പ്രൂവ് പി ഓഫ് 1 ഈസ് ട്രൂ. ഫോർ ദാറ്റ് കൺസിഡർ പി ഓഫ് 1 ഈക്വൽ ടു എന്ത് ചെയ്യുക? n 1 കൊടുക്കുക. എ റൈസ് ടു 1 ഈക്വൽ ടു മെട്രിക്സ് എന്ത് വരും? 3 റൈസ് ടു 1 മൈനസ് 1 3 റൈസ് 0. അപ്പൊ എല്ലാ ടേമും തന്നെ വരും 3 റൈസ് 0 എന്ന് വരും. കാരണം എല്ലാം സെയിം ആണ്. ഈക്വൽ ടു മെട്രിക്സ് 1 1 1 1 1 1 1 1 1 1. സോ പി ഓഫ് 1 ഈസ് ട്രൂ. എന്തുകൊണ്ട്? ഇതല്ലേ ഇത് ഗിവൺ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എ ആണ്. എ തന്നിട്ടുണ്ട്. സോ പി ഓഫ് 1 ഈസ് ട്രൂ. ഇതെന്ത് ചെയ്യാം? സപ്പോസ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ട്രൂ എന്ന് പറഞ്ഞാലോ എന്നിന് കെ കൊടുക്കുക. സോ എ റൈസ് ടു കെ ഈക്വൽ ടു എന്തായി? ഈ എലമെന്റ് ടേംസ് എല്ലാം എന്ത് വരും? 3 റൈസ് ടു കെ മൈനസ് 1. ദാറ്റ് ഓൾ ടേംസ് ആർ 3 റൈസ് ടു കെ മൈനസ് 1. ഓക്കെ, ഇനിയോ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ എന്ന് തെളിയിക്കണം. ഓക്കെ, സിമ്പിൾ ആയ പ്രശ്നം. ഇത് എക്സാമിന് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ ക്ലാസ്സിൽ ഇത് ചെയ്തത്. പക്ഷെ ചില ആൾക്കാർ തെറ്റിക്കും, അതുകൊണ്ടാണ് ചെയ്തത്. നോക്ക്, കൺസിഡർ പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു വാട്ട്? എ റൈസ് ടു കെ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? എ റൈസ് ടു കെ ഇൻറ്റു എ. ദാറ്റ് ഈസ് മെട്രിക്സ് എ റൈസ് ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എ റൈസ് ടു കെ ഇൻറ്റു എ ആണ്. അപ്പോൾ എ റൈസ് ടു കെ ന്റെ വാല്യൂ ഇവിടെ കൊടുത്തു. 3 റൈസ് ടു കെ മൈനസ് 1 3 റൈസ് ടു കെ മൈനസ് 1 3 റൈസ് ടു കെ മൈനസ് 1 എല്ലാം തന്നെ ഇൻറ്റു മെട്രിക്സ് 1 1 1 1 1 1 1 1 1. നോക്കിയേ, ഗുണിക്കുമ്പോൾ ഇത് 3/3 മെട്രിക്സ്, ഇതും 3/3 മെട്രിക്സ്. സോ പ്രൊഡക്റ്റ് എന്തായിരിക്കും? അഗൈൻ എ 3/3 മെട്രിക്സ്. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഒന്നാമത്തെ റോനെ ഒന്നാമത്തെ കോളത്തോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കി എന്താ കിട്ടല്? 3 റൈസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 1 അങ്ങനെ കിട്ടല്. എന്ന് പറഞ്ഞാൽ എത്ര? 3 റൈസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 1 എന്ന് പറഞ്ഞല്ലോ 3 ഇൻറ്റു 3 റൈസ് ടു കെ മൈനസ് 1. അതാണ് ഇടി ചെയ്തത്. ഇനി നോക്കിയേ, ബാക്കി എല്ലാ എലമെന്റും അവരുടെ കിട്ടൽ സെയിം ആണ്. കാരണം ഇതെല്ലാം 1 1 1 ഉം ഇത് സെയിം അല്ലേ? അപ്പൊ എല്ലാ ടേമും എന്താ കിട്ടല്? 3 ഇൻറ്റു 3 റൈസ് ടു കെ മൈനസ് 1 കിട്ടും. ഇതേപോലെ പഠിച്ചാൽ മതി. ഒന്നാമത്തെ റോനെ ഒന്നാമത്തെ കുളത്തോണ്ട് തന്നെ ഒന്നാമത്തെ റോനെ രണ്ടാമത്തെ കുളത്തോണ്ട് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ട് മനസ്സിലായില്ല? 3 റൈസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 റൈസ് ടു കെ മൈനസ് 1. ഇനി 3 ഇൻറ്റു 3 റൈസ് ടു കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇതുപോലെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എത്ര? 3 റൈസ് ടു 1 പ്ലസ് കെ മൈനസ് 1 ദാറ്റ് ഈസ് വാട്ട്? 3 റൈസ് ടു കെ 3 റൈസ് ടു കെ 3 റൈസ് ടു കെ എല്ലാം ഒരേപോലെ വരും. സോ എന്ത് കിട്ടി നമുക്ക്? therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ അല്ലേ? എന്തുകൊണ്ട്? എ റൈസ് ടു പി ഓഫ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എൻ മൈനസ് 1 അല്ലേ? n മൈനസ് 1ൽ എന്നിന് കെ പ്ലസ് 1 കൊടുത്താൽ കെ പ്ലസ് 1 മൈനസ് 1 കെ അല്ല കിട്ടല്. സോ എന്തായിരിക്കും? ഈ വാല്യൂ ട്രൂ ആണ്. ഈ വാല്യൂ ട്രൂ ആണ് വരുന്നത്. കെ പ്ലസ് 1 ട്രൂ ആണ് വരുന്നത്.
അതുകൊണ്ട് എന്തായി therefore p of n equal to a raised to n equal to matrix is true, n belongs to n. മനസ്സിലായല്ല? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. എക്സാമിന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം ഈ ക്ലാസ് തന്നെ ചെയ്തത്. ഓക്കെ, കൃത്യമായി സ്വന്തം ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്ലാസ്സിലേക്ക് നോക്കുക. ഇനി നമുക്കൊരു അസൈൻമെന്റ്, കുറച്ച് അസൈൻമെന്റ്, സിമ്പിളായ അസൈൻമെന്റ് കുറച്ചെണ്ണം തരാം. ഇത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്യണം. അടുത്ത ക്ലാസ് 12ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ ക്ലാസ് നോക്കുമ്പോഴേക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. സംശയം എന്നോട് ചോദിക്കുക. നോക്കാം. ഫൈൻഡ് എ ട്രാൻസ്പോസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിക്സസ്. ഒന്നാമത്തെ മെട്രിക്സ് 5 1/2 -1. സെക്കൻഡ് മെട്രിക്സ് 1 -1 2 3. തേർഡ് മെട്രിക്സ് -1 5 6 √3 5 6 2 3 -1. ഇവിടെ എ ബി സി പേര് കൊടുത്തിട്ട് ട്രാൻസ്പോസ് കണ്ടാൽ മതി. സെക്കൻഡ് A equal to matrix -1 2 3 5 7 9 -2 1 1. B equal to matrix -4 1 -5 1 2 0 1 3 1. Verify A plus B whole dash equal to A dash plus B dash. Second, A minus B whole dash equal to A dash minus B dash. Okay. Third one, A dash equal to matrix 3 4 -1 2 0 1. B equal to matrix -1 2 1 1 2 3. Verify A plus B whole dash equal to A dash plus B dash. Second, A minus B whole dash equal to A dash minus B dash. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ A dash ഒക്കെ വന്നിനി. അപ്പൊ ആദ്യം A കണ്ടുപിടിക്കണം. അല്ല, എങ്ങനെ A കണ്ടുപിടിക്കല്? A dash A കണ്ടുപിടിക്കാൻ A equal to A dash dash ആണ്. ഓക്കെ, ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ അസൈൻമെന്റ് തന്നെ ചെയ്യണം. ഫോർ ദ മെട്രിക്സസ് A and B, വെരിഫൈ A B whole dash equal to B dash A dash where A എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കോളം മെട്രിക്സോ റോ മെട്രിക്സോ ആണ്. ഇതാ ഈ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ, ഇത് രണ്ടാമത്തേത്. ഓക്കെ, വേറെ ഒന്ന് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. Then A equal to matrix 2 1 3 0 3 4. B equal to matrix 1 3 6 2 0 5. Verify AB whole transpose equal to B transpose A transpose. Same, രണ്ടും ഒന്ന് തന്നെയാണ്. ഒരേ ക്വസ്റ്റ്യൻ, ഓർഡർ മാത്രമേ വ്യത്യാസമില്ലൂ. ഓക്കെ, ഇതൊരു 2/3 മെട്രിക്സും ഇതൊരു 3/2 മെട്രിക്സും ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ വെരിഫൈ ചെയ്യണം. വെരിഫൈൻ്റെ ക്വസ്റ്റ്യനിലൊന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. ഓക്കെ, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവില്ല. നോക്കൂ. Let A equal to matrix 0 1 0 0. Show that AI plus BA whole raised to n equal to A raised to n into I plus n into A raised to n minus 1 BA, where I is the identity matrix of order 2 and n belongs to n. ഇത് നമുക്ക് NCERT ടെസ്റ്റിലെ മിസ്ലേനിയസ് എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണെങ്കിൽ ഇത് തെളിയിക്കണം. ഇത് തെളിയിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, n ബിലോങ്സ് ടു n ആണ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് തെളിയിക്കേണ്ടത്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് P ഓഫ് n എടുത്തിട്ടാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അതിൽ എന്റെ വില ഇത് നമുക്ക് ചിലപ്പോൾ ചില ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ കണക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ഈ ഇക്വേഷൻസ് തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിൽ തന്നെ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിലോ ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാം. എങ്ങനെ വേണം ചെയ്യാം. ഈ കണക്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത. അത് നിങ്ങൾ സ്വന്തം തന്നെ ചെയ്ത് നോക്ക്. കിട്ടിയില്ലെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായ ഒരു ക്ലാസ് ഇന്ന് നമ്മൾ എടുത്തത് വളരെ സിമ്പിളായ ഒരു ക്ലാസ് ആണ്. മനസ്സിലായില്ല? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞത് വളരെ ഈസിയായ ഒരു കൺസെപ്റ്റ് ആണ്. അതിന്റെ പ്രോപ്പർട്ടിയും പ്രോബ്ലമിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നുള്ള പുതിയ കൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ ക്ലാസ് നോട്ടിൽ എല്ലാവരും എഴുതിയെടുത്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.